ശരിക്കും പറഞ്ഞാൽ വെജൈനൽ ഡിസ്ചാർജ് ഭയങ്കര നോർമലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു വെജൈന ഒരു സെൽഫ് ക്ലീനിങ് ഓർഗനാണ്. ഒന്നും സോപ്പോ ഇൻറ്റിമേറ്റ് വാഷോ ഒന്നും വെജൈനയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് മൈൽഡ് സോപ്പ് അല്ലെങ്കിൽ pH ബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് വാഷ് വൾവൽ ഏരിയ എന്നാൽ പുറത്തെ ഏരിയയ്ക്ക് യൂസ് ചെയ്യാം. വെജൈനയ്ക്കുള്ളിൽ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സെൽഫ് ക്ലീനിങ് എങ്ങനെയാണ് സെൽഫ് ക്ലീനിങ് ചെയ്യുന്നത്? ത്രൂ ദ വെജൈനൽ ഡിസ്ചാർജ്. ഇതിൽ നോർമൽ വെജൈനൽ ഡിസ്ചാർജ് എന്ന് യൂഷ്വലി നമ്മൾ പറയുന്നത് ഈ സ്മെല്ലൊന്നും ഇല്ലാത്ത വെജൈനൽ ഡിസ്ചാർജ്. ഇനിയിപ്പോൾ വൈറ്റ് കളർ ഡിസ്ചാർജ് ആണെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ ഇച്ചിങ്, റെഡ്നെസ് അങ്ങനത്തെ സിംറ്റംസ് ഒന്നുമില്ല, സ്മെല്ലില്ല. അതേപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള വെജൈനൽ ഡിസ്ചാർജ്, ചില തിക്ക് ജെല്ലി പോലത്തെ വെജൈനൽ ഡിസ്ചാർജ് വരാണ്. അതും എന്ന് വെച്ചാൽ എഗ് വൈറ്റ് പോലത്തെ നമ്മുടെ ഈ മുട്ടയുടെ വെള്ള പോലത്തെ ഡിസ്ചാർജ്, അതും വളരെ നോർമലാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കളർ ചേഞ്ചസ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വെജൈനൽ ഡിസ്ചാർജിൻ്റെ കൂടെ എന്തെങ്കിലും സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അത് ഭയങ്കര ഒരു അലാമിങ് ഫാക്ടറാണ്. ഒരു നോർമൽ സ്മെല്ലുണ്ട്. യുവർ വെജൈന ഈസ് നോട്ട് സപ്പോസ് ടു സ്മെൽ ലൈക്ക് റോസസ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കളേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ തിക്ക് കേർഡി വെജൈനൽ ഡിസ്ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തൈര് പോലെ ഇരിക്കുന്ന വെജൈനൽ ഡിസ്ചാർജ് വിത്ത് ഇച്ചിങ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഫൗൾ സ്മെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് കാൻഡിഡിയാസിസ് ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഒരു സിംറ്റം ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഗ്രേ കളർ വെജൈനൽ ഡിസ്ചാർജ് വിത്ത് ഒരു ഫിഷി സ്മെല്ല് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ വെജൈനോസിസിൻ്റെ ഒരു സിംറ്റം ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ഓർ യെല്ലോ കളർ വെജൈനൽ ഡിസ്ചാർജ് വരികയാണ്, ഇതേപോലെ തന്നെ സിംറ്റംസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ സിംറ്റം ഓഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ലൈക്ക് ട്രൈക്കോമോണിയാസിസ്.